ഇതിലുണ്ട് നാണമാനല്ല, അതുപോലെയല്ല ഞാൻ എൻ്റെ ഉള്ള എമ്മേജോടെ പോയി കിട്ടും തമ്മിലാണ്. ദുരന്തമാണ് ഗായ്സ്, ദുരന്തം, ആക്രാന്തം, ആക്രാന്തം. ഓരോരോ പ്രാന്ത് നോക്ക്. ഇതൊക്കെ യൂട്യൂബിലാണ്. എന്നിട്ട് വീഡിയോ കാണുന്നേക്കാളും മുമ്പേ ഒരു കുഞ്ഞു കാര്യം പറയട്ടെ കേട്ടാ, അത് കേട്ടിട്ട് വീഡിയോ കണ്ടോ. അതായത് നമ്മളുടെ ഒരു ഫോളോവർ, ആൾ നമ്മളുടെ ഫ്രണ്ടും കൂടിയാണ്. അപ്പോൾ ആൾക്ക് ഒരു ഓൺലൈൻ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ബിസിനസ് സംരംഭകർക്കും അതേപോലെ തന്നെ വർക്കിംഗ് പ്രൊഫഷണൽസിനൊക്കെ വളരെ കുറഞ്ഞ നിരക്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വിത്ത് ഫോട്ടോഷോപ്പ് എസെൻഷ്യൽസ് ആണ് ആൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആളുടെ നമ്പർ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആളെ ഒന്ന് വിളിക്കോ അല്ലെങ്കിൽ വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് അയക്കുകയോ ചെയ്താൽ മതി. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ എൻ്റെ വീട്ടിലേക്ക് വന്നേക്കാണ്. നമ്മൾ ഇവിടെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി പോവാണ്. ഇന്ന് നമ്മൾ ബൈക്കിലല്ല പോകുന്നത്, വീട്ടിലത്തെ കാർ എടുത്തുകൊണ്ട് പോകണം. കാരണം ഭയങ്കര മഴയാണ്. ബൈക്കിന് പോയാൽ നമുക്ക് ഫുൾ നനഞ്ഞിട്ട് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഇതുവരെയുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുണ്ട്, അതൊന്ന് ഞാൻ വീഡിയോൻ്റെ ഇൻട്രോ പറഞ്ഞുകൊണ്ട് മിണ്ടാതിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഭയങ്കരമായിട്ട് ലൈക്ക് ചെയ്ത് ഭയങ്കരമായിട്ട് ഷെയർ ചെയ്ത് വൈറലാക്കി തരണം. എനിക്ക് ഫേമസ് ആവാൻ പറ്റുള്ളൂ. അപ്പം എന്തായാലും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെന്താ ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പം ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഇവരിടയ്ക്ക് ഇരുന്ന് ഓരോ കമന്റ്സ് ഒക്കെ പറയുന്നുണ്ട്, നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. ഇതെന്റെ സിസ്റ്റർ, ഹായ്. ഇതെന്റെ അച്ഛൻ, അമ്മ കുറച്ച് കലിപ്പിലാണ്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലൊരു ഫ്രണ്ടില് ഇരിക്കുന്ന ആൾക്കാർ സീറ്റ് ബെൽറ്റ് ഇടണം. നിങ്ങൾ ഓർക്കുക, ഫ്രണ്ടിൽ ഇരിക്കുന്ന സീറ്റ് ബെൽറ്റ് ഇടണം. ബാക്കിലിരിക്കുന്ന ആൾക്കാർ മാസ്ക് ഇടണം. ഞാൻ മാസ്ക് ഇടാം, എന്റെ കയ്യിൽ മാസ്ക് ഉണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് മാസ്ക് ഇടാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം, ബുദ്ധിമുട്ടല്ല ഭയങ്കര മടി കാരണം അമ്മ, സോറി തെറ്റിപ്പോയതാണ്, മാസ്ക് അല്ല. അത് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഞങ്ങൾ വെള്ളി വീഴിക്കാറുണ്ട്. അതായത് മണിപ്പൂറല്ലെങ്കിലും ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളി ഇടാറുണ്ട്. ഞാൻ ഒന്ന് പറയട്ടെ, അമ്മയ്ക്ക് സീറ്റ് ബെൽറ്റ് ഇടാനുള്ള ഒരു മടി കാരണം അമ്മ എല്ലാവരോടും കാലുടിച്ചു പറഞ്ഞു ഞാൻ ഫ്രണ്ടിൽ കയറാമോ അപ്പൊ ഞങ്ങളെല്ലാവരും നൈസായിട്ട് അമ്മയെ തേച്ചു. അപ്പൊ അമ്മ അതേ ഫ്രണ്ടിൽ കയറി മുഖം വീർപ്പിച്ച് സീറ്റ് ബെൽറ്റ് ഇട്ടിരിക്കുവാണ്. മുഖം വീർപ്പിച്ചിട്ടുണ്ടെന്ന് എങ്ങനെ അറിഞ്ഞ? മാസ്ക് ഇട്ടേക്കും. മാസ്ക് ഇട്ടേക്കാൾ മുമ്പ് കണ്ടു ഞാൻ മുഖം വീർപ്പിച്ചത്. അപ്പൊ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത്, ഇന്നലെ കഴിഞ്ഞ വീട്ടിൽ നമ്മൾ കണ്ടത് ചിമ്മിനി ഡാമായിരുന്നു. പിന്നെ നമ്മൾ പോകാൻ പോകുന്നത് അതേപോലെ തന്നെ വേറൊരു ഡാം ഉണ്ട്. അത് ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ഇതിന്റെ മുകളിൽ കാണിക്കത്തില്ലേ? ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ഭയങ്കര ബുദ്ധി കേട്ടോ. പിന്നെ അപ്പൊ ഇതില് കുറച്ച് കോമഡി ഒക്കെ ഉണ്ടാവേ, കുറച്ച് ചളിയും ഉണ്ടാവും. കാരണം അത് മാത്രമല്ല ഞാനാണ് ഹോസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഭയങ്കര കുറച്ച് ചളി ഉണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് അത്ര മോശമാണെന്ന് നിങ്ങൾ പറയാൻ സാധ്യതയില്ല. ഞാൻ തന്നെ പോയി ഷൂട്ട് ചെയ്തൊരു വീഡിയോ ഇല്ലേ, അതിന്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാട്ടോ. അപ്പൊ അത് പോയി കണ്ടു. ഞാനും ഒരു കമന്റ് ഇട്ട് തന്നെ ചെയ്തപ്പോ നന്നായി പോയി. പിന്നെ ആ വീഡിയോ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ കുറച്ച് ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമ്മൾ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ വീഡിയോ ഞാൻ എന്തായാലും ചലഞ്ച് ആയിട്ട് ഏറ്റെടുത്ത് ഞാനാണ് ചെയ്യാൻ പോകുന്നത്. എന്താവെന്ന് അറിയില്ല, നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം പ്ലീസ്. എഡിറ്റിംഗ് ഞാൻ ചെയ്യും. ഞാൻ ഇന്നലെ കഴിഞ്ഞ വീഡിയോയില്ലേ, നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ കുറെ എഡിറ്റിംഗ് ഒക്കെ ഞാനാട്ടോ ചെയ്തത്. അതെ, ഞാൻ കുറെ കട്ട് ചെയ്തൊക്കെ മാറ്റി, കുറെ ഇതൊക്കെ ഞാൻ ചെയ്തു. വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ പോകാൻ പോകുന്ന സ്ഥലം ഭൂതത്താങ്കട്ട് ഡാമിൽ പോകുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ പറ്റുവാണെങ്കിൽ തട്ടേക്കാട് പക്ഷി സങ്കേതവും അതേപോലെ ഇഞ്ചത്തൊട്ടി തൂക്കുവലം, ഇങ്ങനെ 3 സ്ഥലങ്ങളാണ് പ്ലാൻ ചെയ്തേക്കണേ. എപ്പോ പോകാൻ പറ്റുന്ന അറിയില്ല. ഇപ്പൊ സമയം ഒരു 4:30 ആയിട്ടുണ്ട്, വൈകുന്നേരം 4:30 ആയിട്ടുണ്ട്. അപ്പൊ അറിയില്ല, പോയി നോക്കിയിട്ട് വീഡിയോയുടെ ലെങ്ത് അനുസരിച്ചിട്ട് നമ്മള് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ഒക്കെ ഇടുന്നതായിരിക്കും. 3 സ്ഥലങ്ങൾ കാണണ്ടേ, അപ്പൊ പറ്റുവാണെങ്കിൽ 3 പാർട്ടായിട്ട് ഇടാം. അപ്പൊ ഇവിടെ അമ്മ, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഭയങ്കര ഇതുണ്ടോ നോക്ക്, അമ്മ ഇവിടെ ഭയങ്കര മുഖം വീർപ്പിച്ച് പിടിച്ച് കലിപ്പേരിക്കാണ്. എന്നാലും നിങ്ങൾ എന്നോട് ഈ ചതി ചെയ്തല്ലോ, എന്നെ ഫ്രണ്ടിൽ ഇരുത്തിയല്ലോ, ഫ്ലീറ്റ് മടങ്ങും എന്നുള്ള ഒരു തെറ്റിദ്ധാരണ മൂലമാൻ തോന്നുന്നുണ്ട്. അമ്മ അവിടെ സീറ്റ് ബെൽറ്റ് ഇടാൻ ഭയങ്കര മടിച്ചിരുന്ന് ഇടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം എന്തായാലും അപ്പോൾ മഴ ഇപ്പം ചാറുന്നുണ്ട്, നോക്കട്ടെ.
അല്ല മഴ ഇപ്പം അത്യാവശ്യം നല്ലപോലെ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഇപ്പം നമ്മൾ പോകുന്ന ഈ വഴി ഇതിപ്പോൾ നമ്മൾ അടിവാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് പിടവൂര് എത്തിയിട്ടുണ്ട്. നമ്മൾ കോതമംഗലം ചെന്നിട്ടാണ് പോണേ. അപ്പം എൻ്റെ വീട് കോതമംഗലത്ത് നിന്ന് കുറച്ച് ദൂരത്താണുള്ളത്, ഒരു 10 മിനിറ്റ് ഡിസ്റ്റൻസിലാണുള്ളത്. അപ്പോൾ ആക്ച്വലി നമ്മൾ ചാലക്കുടിയിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് രാവിലെ വന്നതാണ്, രാവിലെ അല്ല ഉച്ചയായപ്പോൾ വന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഭൂതത്താൻകെട്ട് ഡാമിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് ഭൂതത്തമാര് അല്ലേ എന്തായിരുന്നു പ്രത്യേകത പറഞ്ഞുകൊടുത്ത ഹിസ്റ്ററി? ഭൂതത്തമാര് ഇങ്ങനെ അവർക്ക് ഈ കരയെന്ന് ഹിസ്റ്ററി പറയട്ടെ ഇവിടെ ഏതാണ്ട് ഒരു 10,000 വർഷങ്ങൾക്ക് മുമ്പാണ്. അല്ല അങ്ങനെ വേണമെന്നില്ല. പറഞ്ഞോ കേട്ടോ, രണ്ടാളൂടെ പറഞ്ഞോ. അല്ല ഏതാണ്ട് ഒരു 10,000 മുൻപ് 10,000 10,000 ഒന്നല്ല കേട്ടോ, കൊറേ വർഷങ്ങൾക്ക് BC 212 നൂറ്റാണ്ട് നൂറ്റാണ്ടൊക്കെ ഒന്നും അറിയാൻ പാടില്ല. അതൊക്കെ ഇനി ഗൂഗിളിൽ നോക്കി പറഞ്ഞിട്ട് തരും. അതെ. അപ്പൊ ആ നൂറ്റാണ്ടൊക്കെ അവിടെ പോയിട്ട് ഞങ്ങൾ പറഞ്ഞുതരാം. പണ്ട് ഇതുപോലെ അറിയാൻ പറ്റും. അല്ല നമ്മള് ഗൂഗിളിൽ നോക്കൂലോ. അപ്പൊ ഇതുപോലത്തെ കുറച്ച് ഭൂതങ്ങൾ ഇവിടെ വന്നു. കൊറേ ഭൂതത്താന്മാര് ഈ കരയെന്ന് അപ്പുറത്തെ കരയിലേക്ക് പോകാൻ വേണ്ടിട്ട് അപ്പുറത്തെ കരയിലേക്ക് ഈ പുഴ, ഒരു വലിയ പുഴ ഉണ്ടല്ലോ, ആ പുഴയെന്ന് ഈ കരയെന്ന് പുഴയോ പുഴ ഡാമാണത്. പുഴയിലാണല്ലോ ഡാം കെട്ടി നിർത്തിയേക്കണേ. പെരിയാർ നദി. അച്ഛൻ വളരെ താത്വികമായി ചിന്തിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. പെരിയാറാണ് ശ്രീയേട്ടന് പറഞ്ഞിട്ടുണ്ട്. ജനറൽ നോളജ് കൂടുതൽ അവർക്ക്. അപ്പൊ ആ പെരിയാർ എന്ന് പറഞ്ഞ നദിയുടെ കുറുകെ കൊറേ വലിയ തള്ളിയിട്ടിട്ട് ഈ ഭൂതങ്ങൾക്ക് അപ്പൊ പറന്നു പോകാനൊന്നും പറ്റില്ല. ഇല്ല നടന്നു പോണ ഭൂതങ്ങളായിരുന്നു. അപ്പൊ എന്തായാലും ആ ഭൂതങ്ങള് ഒന്ന് പറയട്ടെ ഒന്ന്. ആ ഭൂതങ്ങള് ഇങ്ങനെ നടുക്ക് കൊറേ വലിയ പാറക്കല്ലൊക്കെ ഇങ്ങനെ ഇതേ സ്റ്റോറി ഞാൻ വേറൊരു കഥ കേട്ടിട്ടുണ്ട്. ഏതാ? മറ്റേ ശ്രീരാമൻ ലങ്കയിൽ പോകുന്ന കഥയില്. അല്ല, ശ്രീരാമനാണല്ലോ പോണത്. പോട്ടുണ്ടായിരിക്കും, അറിയില്ല. അപ്പൊ എന്തായാലും കല്ലിട്ടിട്ടിട്ട് പോയി. അപ്പൊ ആ കല്ലൊക്കെ കാണാൻ പറ്റൂട്ടോ. അപ്പൊ ഈ കാട്ടിനുള്ളിലേക്ക് കടത്തി വിടുമോന്ന് അറിയാൻ പാടില്ല. എന്നാലും ആ കല്ലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇട്ട് പോയി. ഒരു പാലം പോലെ അവർ അതിൽ കൂടെ ചവിട്ടി പോയി എന്നൊക്കെയാണ് പറയണേ. അപ്പോൾ അത് ഭൂതം കെട്ടിയതായതുകൊണ്ട്, അതിന്റെ കുറുകെ ഭൂതം ഉണ്ടാക്കിയ പാലം പോലെ ആയതുകൊണ്ട് ഭൂതത്താൻ കെട്ട് എന്ന് പേര് വന്നു. പിന്നെ അവിടെ നമ്മൾ ആ നദിയുടെ കുറുകെ അവര് ഡാമൊക്കെ പണിതിഞ്ഞപ്പോ അത് ഭൂതത്താൻ കെട്ട് ഡാമായി. അതാണ് അതിന്റെ കഥ, ഹിസ്റ്ററി. അപ്പൊ ഈ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ പറയാം. അവിടെ ജലസേചന പദ്ധതിയോ കറണ്ട് ഉത്പാദിപ്പിക്കുന്ന പരിപാടികളോ ഇല്ല. നമുക്ക് ബ്ലൂപേഴ്സിൽ ഇടാം. ഇത് ഞാൻ കട്ട് ചെയ്യില്ല, ഒരിക്കലും കട്ട് ചെയ്യരുത്. ഇന്നലെ ചെറുതായിട്ട് കുറച്ച് തള്ളായിരുന്നു. അവിടെ കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ജലം അത് കൊടുത്തുകൊണ്ടിരുന്നത്. ജലസേചനത്തിനും കൃഷിക്കും വേണ്ടി മാത്രം. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നീടാണ് അവിടെ ഹൈഡ്രോ ഇലക്ട്രിസിറ്റി പ്രോജക്റ്റ് എന്ന് പറഞ്ഞ് അവിടെ ഒരു പ്രോജക്റ്റ് വന്നതുകൊണ്ടൊക്കെ അവിടെ ഇത് നടപ്പാക്കിയത്. അതുകൊണ്ട് ഇപ്പോഴാണ് അവിടെ കറണ്ട് ഉത്പാദനത്തിനുള്ള ഇത് വന്നത്. മുമ്പ് ജലസേചനം മാത്രം, ഇത്രയും നാളും കൃഷി മാത്രമേ ഉണ്ടായുള്ളൂ. ഓക്കെ. അപ്പൊ അച്ഛൻ പറയുന്നത് അവിടെ ഇത്ര നാളും കൃഷിക്കുള്ള വെള്ളം അച്ഛൻ പറയണല്ല, അവിടെ ഉള്ളതാണ്. അല്ല, അച്ഛന് അറിയാവുന്നത് കൊണ്ടുള്ള അച്ഛൻ പറഞ്ഞത്. പിന്നെ അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇതേ നമ്മളിപ്പം കോഴിപ്പള്ളി ജംഗ്ഷനിലൂടെ ഒരു കോഴിപ്പള്ളി പാർക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമ്മളിപ്പം കോതമംഗലം ടൗണിൽ കോതമംഗലത്തേക്ക് വരികയാണ്. പള്ളിത്താഴം എന്ന് പറഞ്ഞ സ്ഥലത്ത്. നിങ്ങളൊക്കെ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇവിടുത്തെ വലിയ പള്ളി, ചെറിയ പള്ളി, കുറേ തർക്കങ്ങൾ, കാര്യങ്ങളൊക്കെ, പ്രശ്നങ്ങളൊക്കെ. അങ്ങനെ ഞാൻ പറഞ്ഞില്ല. അതിപ്പം അപ്പം ആ പള്ളിയാണ് ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത്. കന്നി 20 പെരുന്നാൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഭയങ്കര ഫേമസ് ആണ്. കുറേ ദിവസങ്ങൾ നമ്മൾ അടിച്ചു പൊളിക്കാറുണ്ട് ഇവിടെ. ഈ പള്ളിയുടെ ഇത് കാണിച്ചു കേട്ടോ. എന്തുമാത്രം കാണാൻ പറ്റുമെന്ന് അറിയില്ല. നോക്കട്ടെ, ഗ്ലാസ് എന്താത്തേക്ക് ഗ്ലാസ് ആറ്റി സൗണ്ട് വരുന്നു പറഞ്ഞില്ല. ജസ്റ്റ് ഒന്ന് ഇതുണ്ടോ? ഇതാണ് നമ്മൾ ആ പള്ളിയിലേക്ക് കയറി പോണത്. ഇവിടെ നമ്മൾ പൈസ ഇടുന്ന സ്ഥലം, മീൻസ് നമ്മൾ വഴിപാട് ഇടുന്ന സ്ഥലമാണത്.
എവിടെ പോയാലും തീറ്റ മാത്രമേ ഉള്ളൂ തന്നെ. ഇത് പൂച്ചക്കുത്ത് സിറ്റി. അപ്പൊ നമ്മൾ എത്താറായിട്ടുണ്ട്. ബോട്ടിംഗ്. ഇവിടെ ഷാപ്പുണ്ട്. ഈ ഷാപ്പ് കണ്ടോ? അത് അയ്യോടെ ഇല്ല. കറികളല്ലേ ഇത്? അല്ല, അവിടെ ഷാപ്പ് കള്ളും കിട്ടും. നമ്മള് ഭൂത്താങ്കട്ട എൻട്രൻസിലേക്ക് എത്തുവാട്ടോ. ഇതവിടെ എഴുതി വെച്ചിട്ടുണ്ട് പെരിയാർ നദീതട ജലസേചന പദ്ധതി ഭൂത്താങ്കട്ട് ബാരേജ്. അല്ല, പോവാൻ പറ്റുമായിരുന്നല്ലോ. പോവാൻ പറ്റുമല്ലോ. അങ്ങോട്ട്. എന്താ പോവാൻ പറ്റാത്ത? നമ്മള് പോവാറുണ്ടല്ലോ. അപ്പൊ അവിടെ ഇടാൻ സ്ഥലം ഉണ്ടല്ലോ. അപ്പൊ അതേ നമ്മള് അവിടെ എൻട്രൻസിൽ വന്നപ്പോ ജസ്റ്റ് റോഡ് ക്ലോസ്ഡ് എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മള് അതിന്റെ ഇപ്പുറത്തൊരു പുതിയ പാലം പണിതിട്ടുണ്ട്. അതില് വരാൻ വേണ്ടി ഇങ്ങോട്ട് പോകുന്നതാണ്. ഇതാട്ടോ പുതിയ പാലം. നേരത്തെ നമുക്ക് ഡാമിന്റെ മേലേക്കോട്ടുള്ള പാലത്തിൽ കൂടെ തന്നെയായിരുന്നു നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. ഷട്ടറൊക്കെ ഇട്ടേക്കണെന്ന് അവിടെ കറക്റ്റ് കാണാമായിരുന്നു. ഇപ്പോഴും കാണാൻ പറ്റുമായിരിക്കും. നോക്കട്ടെ, ഇവിടെ കോടമഞ്ഞ്. നമുക്ക് ഇവിടെ നടക്കാം. നമുക്ക് ഡാമിലത് വേണ്ടത് കമ്മലി കഴിയിട്ട്. അപ്പോൾ ഗായ്സ്, നമ്മൾ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തു. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഡാമിൻ്റെ ഇതിലേ പോകാൻ പറ്റില്ല. ഇത് കണ്ടോ, ഒരു യെല്ലോ കളർ കാണുന്നുണ്ടോ? ജസ്റ്റ് അവിടെ വരെ പോയി നോക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഇല്ല, കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് എന്നാണ് കാണിക്കണേ. ഇതുണ്ട്, ഇവിടെ കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആണ്. ഈ യെല്ലോ കാണിക്കണുണ്ടോ? ഈ യെല്ലോ കളറിലുള്ളതാണ് നമ്മളുടെ ഭൂത്താങ്കട്ട് ഡാമിൻ്റെ ഷട്ടറും കാര്യങ്ങളൊക്കെ. അതായത് ഡാമിൽ നിന്ന് നിറഞ്ഞു വരുന്ന വെള്ളം അതിനെ ഇവിടെ കൊണ്ടുവന്ന് കെട്ടി നിർത്തും. എന്നിട്ട് കെട്ടി നിർത്തിയിട്ട് ഇത് അവിടെ ഇട്ടാണ് കറണ്ട് ഉൽപ്പാദിപ്പിക്കാൻ പോകുന്നത്. ഇവിടെ ഒന്നും കെട്ടി നിർത്തിയിട്ടില്ലല്ലോ. ഇത് ഷട്ടർ തുറക്കും, അപ്പുറത്ത് വെള്ളം വരുമ്പോൾ ഇത് ഷട്ടർ തുറക്കും. വെള്ളം കെട്ടി നിർക്കണില്ലല്ലോ. എടോ, അപ്പുറം ഡാമിൽ കിടക്കണ വെള്ളം അവിടെ ഇല്ലല്ലോ. ഇപ്പൊ താക്കോല അവിടെ ഇരിക്കണേ. അത് വെള്ളമല്ല, നമ്മുടെ കണ്ണിന്റെ കുഴപ്പം. അപ്പുറത്താണ് വെള്ളം. ആ വെള്ളത്തിന് അവർ ഇങ്ങോട്ട് ഫസ്റ്റ് ഇത് കാണിച്ചു തരാം. അതുണ്ടോ? അത് വെള്ളം കേട്ടോ. ശരിയാ. ഓ സോറി. അപ്പൊ ഇത് കണ്ടോ, ഇവിടെ അതിന്റെ ഇടയ്ക്കൂടെ നമുക്ക് കാണാൻ പറ്റും വെള്ളം. ഈ ഒരു പോർഷൻ ഇപ്പൊ പണിതുകൊണ്ടിരിക്കണുള്ളൂ. ഇപ്പൊ ഇവര് പറയണ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് വെള്ളം തുറന്നു വിട്ടിട്ട് ഇവിടെ കെട്ടി നിർത്തിയവരെന്തോ ചെയ്യുന്നാണ് പറയണേ. എന്താണ് ഇവിടെ സംഭവിക്കണത്? എന്താ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇതിലെ വെള്ളം ഇങ്ങോട്ട് കടത്തി ഇങ്ങോട്ട് വിട്ടിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഇതാണ് ഇലക്ട്രിസിറ്റി പ്രോജക്റ്റ്. ഹൈഡ്രോ ഇലക്ട്രിസിറ്റി അങ്ങനെ പ്രത്യേക പ്രോജക്റ്റ് പ്രകാരം വെള്ളം ഉണ്ടാക്കിയിട്ട് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ഇവിടെയും ഇതിനടിയിൽ സ്പേസ് ഉണ്ടല്ലേ. അപ്പൊ അത് ആ കാണുന്ന മൂന്നെണ്ണം എന്താ ബ്ലാക്ക്? അതാണ് കറണ്ട് ഉൽപ്പാദിപ്പിക്കാനായിട്ട് വെള്ളം ഇവിടുന്ന് അങ്ങോട്ട് തുറന്നു വിടാനുള്ള ഇതാണത്. ഓ, അപ്പോൾ ഈ ബ്ലാക്ക് ഇതൊക്കെ ഇട്ടേക്കണ ആ ഒരു ബിൽഡിംഗ് പോലത്തെ സംഭവം നമ്മൾക്ക് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയുള്ളതാണെന്നാണ് പറയണേ. ഡാമിൽ നിന്ന് വെള്ളം ഈ ഒരു പോർഷനിലേക്ക് വന്ന് കെട്ടി നിർത്തി അല്ലെങ്കിൽ ഇതിലൂടെ തുറന്നു വിട്ടിട്ടായിരിക്കും ഇവരിവിടെ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുക. നേരത്തേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ യെല്ലോ കളർ കാണില്ലേ, അതിൻ്റെ മേലെ പാലത്തിൽ കൂടെ നമ്മൾ വന്നുകൊണ്ടിരുന്നത്. നമുക്ക് അതിൽ വരാനുള്ള പെർമിഷൻ ഉണ്ടായിരുന്നു. പക്ഷെ പുതിയ റോഡ് പണിതപ്പം നമുക്കിപ്പോൾ അതിനുള്ള പെർമിഷൻ ഇല്ല. അവിടെ കാണാൻ പോകാൻ പോലും പറ്റില്ല എന്ന് തോന്നുന്നുണ്ട്. കാരണം അവിടെ ഫുള്ള് അടച്ചിട്ടേക്കാണ്. നേരത്തെ നമുക്ക് ഷട്ടറിൻ്റെ അവിടെ കയറി ഡയറക്റ്റ് മുകളിൽ നിന്നിട്ട് കാണാൻ പറ്റുമായിരുന്നു. രണ്ട് സൈഡ് 2 ഷട്ടറാണ് ഫുള്ളായിട്ട് തുറന്നിട്ടുള്ളൂ. ഇതുണ്ടോ, ഇവിടെ ഈ പാലം കാണാനുണ്ടോ? ഈ പാലത്തിൻ്റെ ആ യെല്ലോ കളറുള്ള പാലത്തിൻ്റെ മേളിൽ കൂടെ നമുക്ക് പോകാൻ പറ്റുമായിരുന്നു. അതിലായിരുന്നു നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോഴാണ് ഈ പുതിയ പാലം പണിതേക്കണത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പുതിയ പാലത്തിൽ കൂടെ മാത്രമേ ഉള്ളൂ പോകാനായിട്ട്. അത് കംപ്ലീറ്റ്ലി അടച്ചവർ സേഫാക്കി. അതേപോലെ ഇപ്പോൾ വെള്ളം കുറവാട്ടോ. വെള്ളം കൂടുതലുള്ള സമയത്തൊക്കെ നല്ല ഹൈറ്റിലും നല്ല ഭംഗിയായിരിക്കും. ഇതേ കണ്ട് ഇവിടെയൊക്കെ നിറയെ പാറകളുണ്ട്. ആ വെള്ളം തല്ലി വന്നതുണ്ടോ പാറയിലേക്ക്?
അപ്പോൾ ഇതാണ് നമ്മൾ കുറച്ച് നേരമായിട്ട് കാണാൻ വേണ്ടി അല്ലെങ്കിൽ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഭൂതത്താൻകെട്ട് ഡാം. അപ്പോൾ ഇതേ കണ്ടോ, ആ കാണുന്നതാണ് ശരിക്കുള്ള ആ യെല്ലോ കളറിൽ നമ്മൾ അപ്പുറത്ത് കാണുന്ന ആ ബ്രിഡ്ജിൻ്റെ അവിടെയാണ് നമ്മുടെ ഷട്ടറും കാര്യങ്ങളൊക്കെ ഉള്ളത്. ആക്ച്വലി നേരത്തെ നമുക്ക് അതിൻ്റെ മേലെ കൂടെ ഇരുന്ന് നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഇപ്പോൾ എന്താണെന്ന് അറിയില്ല, അവർ പുതിയ പാലം ഇവിടെ പണിതു, അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്തു. ഇത് നമുക്ക് ജസ്റ്റ് കാണാനെങ്കിലും പറ്റുമായിരുന്നു. പക്ഷേ ഇതിപ്പം നമുക്ക് ജസ്റ്റ് കാണാൻ പോലും പറ്റില്ല, അതുമായിട്ട് ഫുള്ളായിട്ട് അവർ ക്ലോസ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അതെ, അവിടെ കോട ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് പോകാം. ഈ കാണുന്ന ഫോറസ്റ്റ് ഇല്ലേ, ഇത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കൂടെ കയറി നമുക്ക് അങ്ങ് കുറേ ദൂരെ പോവാം. അപ്പം ഈ വെള്ളപ്പൊക്കം ഉണ്ടായില്ലേ 2018 ആ സമയത്തൊക്കെ നിറയെ വെള്ളം കയറിയിട്ട് ഫുൾ മണൽ, ശരിക്കും നമ്മുടെ മണപ്പുറം ഇല്ലേ അതേപോലെ നിറയെ മണൽ കയറി കിടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഇത്ര സമയമില്ലേ, 5 മണി 5:15 അല്ലെങ്കിലും ഇപ്പോഴത്തെ സിറ്റുവേഷൻ കാരണം പോകാൻ സമ്മതിക്കുമെന്ന് അറിയില്ല. പക്ഷെ ഇപ്പം ആരും പോണില്ല എന്നാണ് പറയണത്. വിമാനം പോകും. അതെ, നല്ല അടിപൊളി വ്യൂ ആട്ടോ. അപ്പോൾ ഇവിടെ ടോട്ടൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു 15 ഷട്ടർ ഉണ്ട്. അതിൽ മെയിൻ ഷട്ടർ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ചെറിയ കുറച്ച് അധികം വെള്ളം വന്നാൽ തുറക്കണത്, അല്ലാതെ എല്ലാം കൂടി ഒരുമിച്ച് ഓപ്പൺ ആക്കണത്, അങ്ങനെ. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ വെള്ളം വലിയ കാര്യമായിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ ഫസ്റ്റത്തെ ഷട്ടറും ലാസ്റ്റത്തെ ഷട്ടറും ഓരോരോ ഭ്രാന്തന്മാർക്ക് ഓരോരോ ഭ്രാന്ത്. പറഞ്ഞോ. അപ്പോൾ 2 എൻഡിലുള്ള ഫസ്റ്റത്തെ സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലുള്ള 2 ഷട്ടറുകൾ മാത്രമേ അവർ തുറന്നിട്ടിട്ടുള്ളൂ. അതും അവർ അധികം ഉയർത്തിയിട്ടില്ല, കുറച്ച് വെള്ളം മാത്രമേ അതിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് നോക്കിയാൽ തന്നെ കാണാം, ആക്ച്വലി ഇതിൻ്റെ ഉള്ളിലുള്ള പാറകളൊക്കെ മുങ്ങിയിട്ടില്ല, ഒക്കെ വെള്ളം എന്താണ് താന്ന് തന്നെയാണ് കിടക്കണത്. പിന്നെ ഇത് അവിടെയൊക്കെ നോക്കി അധികം വെള്ളം ഇല്ല, ശരിക്കും വലിയ ആഴമൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട്. പിന്നെ അങ്ങ് അറ്റത്ത് നമുക്ക് ആ ഒരു പോർഷനിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഇറങ്ങാൻ പറ്റും. പിന്നെ ഇവിടുന്ന് നോക്കിയാൽ കാണാൻ പറ്റുമെന്ന് അറിയില്ല, ശരിക്കും ഞാൻ പറഞ്ഞ ആ കല്ലുകൾ ഇട്ടേക്കുന്ന സ്ഥലം നമുക്ക് ശരിക്കും കല്ല് കാണാം. റോഡ് മറ്റേത് പുഴയുടെ കുറുകെ കല്ലുകളുണ്ട് ശരിക്കും. ഇവിടുന്ന് ഒരു ഫോട്ടോ എടുത്താലോ? എടുത്തോ, ഇൻസ്റ്റാഗ്രാമിൽ കാണാട്ടോ. അപ്പം ആദ്യം നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, ഇവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പം എന്തായാലും നമ്മൾ സോഷ്യൽ ഡിസ്റ്റൻസിംഗ് ഒക്കെ കീപ്പ് ചെയ്യണമല്ലോ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് വന്നില്ല. ഇപ്പോഴാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ശരിക്കുള്ള വ്യൂ കാണാൻ പറ്റണേ. കണ്ടോ, അതിൻ്റെ ആ ഫസ്റ്റത്തെയും പിന്നെ എല്ലാ ഷട്ടറുകളും കുറച്ച് ഇതൊക്കെ തുറന്നുണ്ട്, കുറച്ച് പൊക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ലീക്കാന്നുണ്ടല്ലേ, കുറച്ച് ഷട്ടറുകൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവും ചിലപ്പോൾ, അതുകൊണ്ടായിരിക്കും അവർ ഫുള്ളായിട്ട് അടച്ചിട്ടുണ്ടാവുക, മെയിൻ്റനൻസ് വർക്കിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും. പിന്നെ എന്താണ് ലാസ്റ്റും ഫ്രണ്ടും കണ്ടോ, അവിടെ രണ്ടിടത്തും നല്ലപോലെ തുറന്നിട്ടുണ്ട്, നന്നായിട്ട് വെള്ളം ഒഴുകുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇറങ്ങാനുള്ളത് വലിയ അറ്റത്ത് അവിടെയൊക്കെ കോടയൊക്കെ കയറി ആ സൈഡിലെ മലയൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ. ഇനി ഈ ഒരു ഇതിൽ എത്രമാത്രം കാണിക്കാൻ പറ്റുമെന്ന് അറിയില്ല. ആക്ച്വലി നമുക്ക് അതിന്റെ മുകളിൽ പോകാൻ പറ്റുമായിരുന്നെങ്കിൽ നന്നായിട്ട് കാണിക്കാറുണ്ട്, ഫുൾ കാര്യങ്ങൾ കാണിച്ചു തരാറുണ്ട്. അവിടെ മേളിൽ കയറാൻ പറ്റുന്ന ഒരു സ്ഥലം ഉണ്ടല്ലേ. പിന്നെ അതിന്റെ മേളിലൊരു ടവർ പോലത്തെ ഒരു സംഭവം ഉണ്ട്, നമുക്കപ്പം അവിടെ നിന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടി കാര്യങ്ങൾ കാണാൻ പറ്റും. ഈ ഭൂതത്താൻകെട്ടിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ എറണാകുളം ജില്ലയിൽ തന്നെ ഒരു നല്ല ടൂറിസ്റ്റ് പ്ലേസ് ആണ്. അതേപോലെ വെള്ളം പോണ സ്പീഡ് നോക്കാം അവിടെ. നല്ല സ്പീഡ് മാത്രമല്ല ഭയങ്കര ശക്തിയിലാണ്. അവിടെ ആൾക്കാർ മീനൊക്കെ പിടിക്കുന്നുണ്ടല്ലേ. പക്ഷെ ഒരുപാട് അവിടെ ഇറങ്ങാതിരിക്കുന്നൊക്കെ നല്ലത്, കാരണം അവിടെ ഭയങ്കര ഫോഴ്സിലല്ലേ മീനൊക്കെ പിടിക്കുന്നു. ഒരു 2-3 പേരൊക്കെ മീൻ പിടിക്കുന്നുണ്ട് അവിടെ ഇരുന്നിട്ട്. പിണ്ടിമന എന്ന് പറയുന്ന വില്ലേജിലാണ് ഉള്ളത്, അതായത് കോതമംഗലത്ത് നിന്ന് ഒരു 10 കിലോമീറ്റേഴ്സ് ഡിസ്റ്റൻസിലും പിന്നെ കൊച്ചിയിൽ നിന്ന് ഒരു 50 കിലോമീറ്റേഴ്സ് ഡിസ്റ്റൻസിലാണ് ഇതുള്ളത്. ഇതിൻ്റെ ഒറിജിനൽ ഡാമും അതേപോലെ തന്നെ റിസർവോയറൊക്കെ തട്ടേക്കാട് എന്ന് പറയുന്നത് അതിൻ്റെ പേരിലാണുള്ളത്, തട്ടേക്കാട് റിസർവോയർ. അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ ചിലരൊക്കെ കേട്ടിട്ടുണ്ടാവും. ഒരു സ്കൂളിൽ നിന്ന് പിള്ളേർ വന്നിട്ട് ബസ്സിൽ വന്ന് അവർ ഇവിടെ ബോട്ടിങ്ങിന് ഇറങ്ങി. ഇവിടെയല്ല, ആ തട്ടേക്കാടിനെ കുറച്ചും കൂടി പോണ സ്ഥലത്താണ്. അപ്പോൾ അവിടെ ഇറങ്ങി കഴിഞ്ഞിട്ട് പിള്ളേർ ബോട്ട് പറഞ്ഞിട്ട് കുറേ പേരൊന്ന് ഇതിൻ്റെ തണുപ്പും അതുപോലെ കുറച്ച് ചെറിയ കുട്ടികളല്ലേ, അപ്പോൾ അവർക്ക് നീന്തലൊന്നും അങ്ങനെ അറിയില്ലല്ലോ, അങ്ങനെ കുറേ പിള്ളേർ ഇങ്ങനെ എന്താ പറയുക അവർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴത്തെ ഇതിൽ വെള്ളത്തിലൊന്നും ഇറങ്ങാതിരിക്കുന്നതാണ് ബെറ്റർ. പിന്നെ ഇത് അങ്ങനെ ചുറ്റി കിടക്കുന്നുണ്ട്, തട്ടേക്കാട് പക്ഷി സങ്കേതം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് ചുറ്റി കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടേക്കൊക്കെ പോകാനായിട്ട് ഈ ബോട്ടിങ് സൗകര്യങ്ങളുണ്ട്, ബോട്ടിങ് അങ്ങനത്തെ കുറേ ഫെസിലിറ്റീസൊക്കെ അവൈലബിൾ ആണ് ഇങ്ങനെ ചുറ്റി കാണാനൊക്കെ ആയിട്ട്. പിന്നെ ഇവിടെ നമ്മുടെ ഭൂതത്താൻകെട്ടിൻ്റെ തന്നെ ഒരു പാർക്കുണ്ട്, ആ പാർക്കിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കുറച്ച് നേരം സംസാരിച്ചിരിക്കാനും അതേപോലെ വൈകുന്നേരങ്ങളിലൊക്കെ ഇരിക്കാനൊക്കെ പറ്റും. നമുക്ക് താഴേക്ക് പോകാനുള്ള വഴി കേട്ടോ, ജസ്റ്റ് വേണമെങ്കിൽ നമുക്ക് വെള്ളത്തിലൊന്ന് ഇറങ്ങാം. അങ്ങനെയല്ല പറഞ്ഞത്, വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടി
നമ്മൾ നടന്ന് താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അതെ, സൈഡിലേക്ക് ഈ വഴിക്ക് അങ്ങോട്ടല്ലേ ഓണ അപ്പുറത്താണോ ഓണ്? ശ്രീയേട്ട ഇവിടെ ഇൻസ്റ്റാഗ്രാമിൽ ഇടാനുള്ള ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട്. നമുക്കിവിടെ ഇറങ്ങാൻ പറ്റുന്നതാണ് പറയണേ. നോക്ക്, നമ്മൾ ആദ്യം പറഞ്ഞ കോടയില്ലേ, നമ്മള് ബ്രിഡ്ജിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു. അത് മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ നമ്മൾ കാടിന്റെ കെട്ടെന്ന് പറയുന്ന പഴയ കെട്ട് കാണാം. ആ അതന്നെ, അങ്ങോട്ട് പോകാൻ പറ്റിയിരുന്നല്ലോ പണ്ടല്ലേ. അതിലേ പോണം. കാടിക്കോടെ പോണം. ഞാൻ ഏതോ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. അവിടെ ഒരു ഐലൻഡ് പോലെ എടുക്കുന്നുണ്ട്, അടുക്ക് അവിടെ നിറയെ മണല. നമുക്ക് ഐലൻഡ് പോലെ അങ്ങോട്ട് പോകാൻ പറ്റിയിരുന്നു ശരിക്കും പറഞ്ഞ. പോകാൻ പറ്റും, കാട്ടിക്കൂടെ പക്ഷെ പോകാൻ പറ്റുള്ളൂ. കുറച്ച് നടക്കാൻ. അവിടെ എവിടെയോ ഒരു ഇതില്ലേ, ഇവരുടെ ഫോറസ്റ്റിന്റെ ഓഫീസ് എന്തോ ഇല്ലേ? ആ അവിടെ നടന്ന മറ്റേ പാസ് ഉണ്ടല്ലോ. പക്ഷെ ഇനി ഇപ്പൊ പോയാൽ നമ്മൾ രാത്രിയാവില്ലേ? ഇപ്പൊ 5 മണി വരെ കണ്ടുള്ളൂ. അപ്പൊ നമ്മളിത് ഇറങ്ങി അവിടെ എത്തി. ഇനി അങ്ങോട്ട് സ്റ്റെപ്പ് ഒന്നുമില്ല. ആറ്റത്തോടെ പോയാ പോരെ. ഞാൻ നല്ല വഴി കൂടെ പോകുള്ളൂ കേട്ടോ. എനിക്ക് വയ്യ വീണ് മണലൊക്കെ കയറി. എന്താ മരുഭൂമിയാ? മിണ്ടണ്ട. എങ്ങട്ടാ? ആ അവിടെ വരെ ഉള്ളൂ. ഇതേ ഒരു കാട്ടുവാസി. ഈ കമ്പനി നല്ല നീട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ കുത്തി നോക്കാം എത്ര ആളുണ്ട്. ദുരന്തത്തിന്റെ അപ്പുറത്താണെന്ന് വീണ്ടും വീണ്ടും ഇങ്ങനെ തേടി. ഡി എങ്ങട്ടാ? ആ ഇവിടെ ഉള്ളൂ. അമ്പോ ആ ആ അതിന്റെ പകുതി പോലും കഴിഞ്ഞു. ആ അവിടെ വരെ ഉണ്ട്. അതായത് നമ്മുടെ ഇത്രയും വെള്ളം ഉണ്ട്. ഇത്രയും അത് തുടക്കത്തിലല്ലേ? അവിടെ തന്നെ ഉണ്ടല്ലോ അത്രയും വെള്ളം. ശരിക്കും എനിക്ക് തോന്നണ ഈ മണല് വന്ന് കേട്ടിട്ടേ കുഴിയൊക്കെ പോലെ ഉണ്ടാവും ചിലപ്പം. കൊറേ കറുത്ത മണലുണ്ട്. നോക്ക്, കരിമണൽ. ഇത് പാറയാണോ അല്ല മണലാണല്ലോ? കണ്ടപ്പോ പാറ. എങ്ങട്ടാ പോണത്? എവിടേക്കും പോണില്ല, ഞാൻ അവിടെ നിക്കണുള്ളൂ. കൊള്ളാം, അടിപൊളിയായിട്ടുണ്ടല്ലേ. നമുക്ക് അങ്ങോട്ടൊക്കെ പോകാൻ പറ്റിയിരുന്നു, പക്ഷെ നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് ആക്ച്വലി അവിടെ പോകാൻ പറ്റുന്നില്ല. ലേറ്റ് ആയതുകൊണ്ട് മാത്രമല്ല, ചിലപ്പോൾ കൊറോണയുടെ അതായത് അവിടെയാണ് പഴയ ഡാം അല്ല അവിടെ അതൊക്കെ ഇട്ട് ഭൂത്താങ്കെട്ട് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സംഭവം കാണാനുള്ളത്. ഏത് പെണ്ണിനെ കെട്ടിയേക്കണേ? ആ കെട്ടല്ല, കല്ലിങ്ങനെ ഇട്ടിട്ട് കെട്ടി അത് നമ്മൾ കെട്ടെന്ന് പറയില്ലേ, അതാണ് ശരിക്കും പുതുക്കണ കെട്ട്. അവിടെ നല്ല അടിപൊളിയല്ല വിഷ്വല്. അതായത് എന്താ പറയാ, നമ്മൾ ആരെങ്കിലും കൂടെ ഒരു 4-5 പേരൊക്കെ കൂടെ വരാവുള്ളൂ. അതിന്റെ ഉള്ളിലെ കുറെ ആൾക്കാരുണ്ട് എന്തുണ്ട് കഴിക്കാനും അങ്ങനെയൊക്കെ. ഒരാൾക്കാരും ഇല്ല, അതൊക്കെ ഒരാളും ഇല്ല. ഇല്ല, ഉണ്ട്. തള്ളി മറിക്കാണ്. അത് ടിക്കറ്റ് കൊടുത്ത ആൾക്കാരൊക്കെ ഇപ്പൊ അങ്ങോട്ട് കയറ്റി വിടണേ. പേടിക്കണം. ഇല്ല, ഒരു കുഴപ്പമില്ല. പിന്നെ അവര് ടിക്കറ്റ് ഒക്കെ കൊടുത്തിട്ട് ബാഗിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലോ. പിന്നെ അപ്പൊ അതേ നമ്മള് മുളക് ബജി ഇരിക്കട്ടെ. അടുത്തൊരു കടയുണ്ട്, കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. പക്ഷെ ഇച്ചിരി നഷ്ടം തോന്നുന്നുണ്ട്. ചെറുതാണ്, സംഭവം ടേസ്റ്റ് ഉണ്ട്. മുളക് ബജി എപ്പോഴും നമ്മുടെ ഫേവറേറ്റ് ആണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യണം? പറ എന്ത് ചെയ്യണം? ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസ് കാണണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അല്ല ശ്രീയേട്ടാ? ഇതിൻ്റെ പുറകിൽ ശ്രീയേട്ട നിൽക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ അടുത്ത് ചലഞ്ച് ആയതുകൊണ്ട് ഇന്ന് വീഡിയോയിൽ വരില്ല എന്ന് പറഞ്ഞേക്കണേ. പക്ഷെ അവിടെ എവിടെയൊക്കെ ആയിട്ട് കാണാനുണ്ട്. കുറച്ചൊക്കെ കാണാനുണ്ട്. ഇതേപോലെ. അതെ. അപ്പോൾ എന്തായാലും ഇനി ഒരു അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ, ഓക്കെ, സീ യു.